അമ്മയോടൊപ്പം ഹോളിഫയർ മിനിസ്ട്രി ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷ വിമല ഹൃദയ പ്രതിഷ്ഠ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ആ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതാ നമ്മുടെ ഒരുക്കത്തിൻ്റെ 30-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധ അമ്മ ഇതാ പ്രിയപുത്രനായ ഈശോയിലൂടെ നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വചനം, നമ്മൾ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്ന വചനം കൊളോസ്സസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നോക്കിയേ, നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ നമ്മൾ എപ്രകാരം സംസാരിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ ഇതാ സുവിശേഷത്തിൽ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക അത് തന്നെയാണ്. കൂടെ വരുന്നവരെല്ലാവരെയും ചേർത്ത് നിർത്തി അവരെ സ്നേഹിക്കുന്ന, അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന, അവരെ പരിഗണിക്കുന്ന, അവരുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തുന്ന ഇതാ യേശുവിൻ്റെ സാന്നിധ്യം, നന്മ നിറഞ്ഞ സാന്നിധ്യം. യേശുവിൻ്റെ സംസാരം ഇതാ പിതാവിൻ്റെ കൃപകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന സംസാരമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരം, നമുക്ക് ഏറ്റവും അധികം വീഴ്ച വരുന്ന മേഖല നമ്മുടെ സംസാരത്തിലാണ്. നമ്മുടെ സംസാരത്തെ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ അധരത്തെ ഇതാ ഈ ദിവികാരുണ്യ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വെക്കുവാനായിട്ട് ഒരുങ്ങാം. പ്രവാചകൻ പറയുന്നത് പോലെ, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനാണ്. ഇതാ തീക്കനൽ കൊണ്ട് നാവിനെ സ്പർശിച്ചപ്പോൾ നന്മയുടെ സംസാരം, സ്വർഗത്തിൻ്റെ സ്വരം ഇസ്രായേൽക്കാർക്ക് പകർന്നു കൊടുത്ത പ്രവാചക ശബ്ദമായിട്ട് അവൻ മാറുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ സംസാരം നന്മ നിറഞ്ഞതാകട്ടെ, സ്നേഹത്തിൻ്റെ സംഭാഷണമാകട്ടെ. ഈശോയെ നല്ലത് പറയുവാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ദിവികാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ തിരുവൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യീശോയെ നമുക്ക് ആരാധിക്കാം. ഈശോയെ, ഈ ദിനങ്ങളിലൂടെല്ലാം നീ ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത്, ഈ ദിവ്യകാരുണ്യ സംരക്ഷണത്താൽ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അമ്മയോടൊപ്പം ഈ ആത്മീയ ശുശ്രൂഷയുടെ 30-ാം ദിനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിലും യാചനകളിലും നീ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അൽത്താരിൽ നിന്ന് ഈശോ നമ്മളോട് പറയുക, നിങ്ങളുടെ സംസാരം എപ്പോഴും ഹൃദ്യമായിരിക്കട്ടെ, കരുണാമസൃണമായിരിക്കട്ടെ, നന്മ നിറഞ്ഞതാകട്ടെ, മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുന്നതും വളർത്തുന്നതുമാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ സംസാരം നല്ലതാകുവാൻ, സ്നേഹം നിറഞ്ഞതാകുവാൻ, നിന്നെ സ്വീകരിക്കുന്ന ഞങ്ങളുടെ അധരങ്ങൾ നല്ലത് പറയുവാൻ, സത്യം പ്രഘോഷിക്കുവാൻ, ഈശോയെ മറ്റുള്ളവരെ വളർത്തുന്നത് പറയുവാൻ. പലപ്പോഴും ഞങ്ങൾക്ക് ഒത്തിരി വീഴ്ച സംഭവിക്കുന്നത് ഞങ്ങളുടെ നാവിൻ്റെ ദുരുപയോഗത്തിൽ. മറ്റുള്ളവരെ കുറ്റം പറയുന്ന, പഴിചാരുന്ന, മോശം പറയുന്ന ദുശീലം ഞങ്ങളിലുണ്ട്. ഈശോയെ, അതെടുത്തു മാറ്റി പരിശുദ്ധ അമ്മയെപ്പോലെ സ്നേഹത്തിൻ്റെ വാക്കുകൾ. അമ്മ ഇതാ എലിസബത്തിൻ്റെ ഭവനത്തിലെത്തി അവളെ അഭിവാദനം ചെയ്തപ്പോൾ ശിശു ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഞങ്ങളുടെ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്ന വിധത്തിൽ ഈശോയെ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഇതാ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ, യാചനകൾ, നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കാം. ഒപ്പം ഈശോയെ ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയുടെ കൃപയാർന്ന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.